Acuplus Interior and Electronics. മഴ പെയ്താൽ വെള്ളക്കെട്ടിൽ ജീവിക്കേണ്ട അവസ്ഥയാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിലെ തത്തനംപുള്ളി നിവാസികൾക്ക്. പ്രദേശത്തെ വലിയ പറമ്പ് റോഡിലാണ് മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. ഒരു മഴ പെയ്താൽ ദിവസങ്ങളോളം പാതയിൽ വെള്ളം കെട്ടി നിൽക്കും. ഇതോടെ യാത്രക്കാരും കാൽനടയാത്രക്കാരും ദുരിതത്തിലാവും. ഒരു വർഷത്തിലധികമായി മഴക്കാലത്ത് സ്ഥിരം അനുഭവമാണിത്. പലതവണ വെള്ളക്കെട്ടിൽ വിദ്യാർത്ഥികളടക്കം വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. റോഡിൽ വലിയ ഗർത്തങ്ങളുള്ളതിനാൽ പേടിയോടെയാണ് നാട്ടുകാർ പോകുന്നത്. റോഡിന് സമീപത്തായി മതിൽ നിർമ്മിച്ചതും അഴുക്കുചാൽ മണ്ണിട്ട് നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായെന്നാണ് പരാതി. നമ്മുടെ വലിയറമ്പ് ഭാഗം തത്തനംപുള്ളി ഭാഗത്ത് പോണ മെയിൻ റോഡാണ് പോകും. ഈ റോഡ് ഞങ്ങൾ കുറേ വർഷമായി മഴ തുടങ്ങിയ മുതൽ പിന്നെ തന്നെ സ്കൂൾ കുട്ടികൾക്കൊന്ന് പോകാനോ ഒന്ന് കാൽനടക്കാർക്കൊന്ന് യാത്ര ചെയ്യാനോ സ്കൂൾ കുട്ടികൾക്ക് ഒരു പ്രദേശത്ത് 2-3 പ്രദേശത്ത് മുഴുവൻ സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ പോണ റോഡാണ്. അങ്ങനെ ബൈക്കുകൾ പോകാൻ ബുദ്ധിമുട്ട്, എല്ലാ ബുദ്ധിമുട്ടും. ഇതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ കാര്യമായിട്ട് 2-3 പ്രാവശ്യം ഇവിടുത്തെ പ്രദേശവാസികൾ മുഴുവനും ഞങ്ങൾ പഞ്ചായത്തിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറയും ബോർഡിൽ വെച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, പിന്നെ മീറ്റിംഗ് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യം പറഞ്ഞ് വഴുകിക്കും. അപ്പോൾ മഴ ഒന്നാണ് പോകും, അപ്പോൾ ഇവിടുന്ന് വെള്ളം ഒന്ന് ഒഴിവാകും. അപ്പോൾ പിന്നെ അവർ വീണ്ടും ഒന്നും ചെയ്യില്ല. അങ്ങനെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കഴിഞ്ഞ മഴക്ക് നാട്ടുകാരെല്ലാവരും പാടെ കൂടിയിട്ട് ഇതേമാതിരി തന്നെ പ്രദേശവാസികളെല്ലാവരും പാടെ കൂടിയിട്ട് ഞങ്ങൾ പോയിട്ട് പഞ്ചായത്തിൽ നേരിട്ട് ചെന്ന് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് എത്രയും പെട്ടെന്ന് അതിന് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. റോഡിന്റെ അവസ്ഥ അധികാരികളെ അറിയിച്ച് ഇവിടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എല്ലാം വന്ന് സംസാരിച്ച് പോയതാണ്. ഈ നേരത്തെ പറഞ്ഞ മാതിരി വെള്ളം ഉണ്ടാകുമ്പോൾ എല്ലാവരും വരും, സംസാരിക്കും, പോകും. പക്ഷെ അങ്ങനെ അത്രയും വെള്ളം കൂടെ ആരും ചർച്ച ചെയ്യാനോ ആരും വരുന്നില്ല. പിന്നെ ഇത് മുളയങ്കാവ് ടു കട്ടുപ്പാറയ്ക്ക് ഷോർട്ട് വഴിയാണ്. അപ്പോൾ ജനങ്ങൾ കൂടുതൽ യാത്ര ചെയ്താണ് വണ്ടികൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ പരിഹാരം കണ്ടിട്ട് അധികാരികളിത് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും ദൃശ്യങ്ങൾ സഹിതം നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും പഞ്ചായത്ത് അംഗം ഖദീജ പറഞ്ഞു. എന്തൊരു ആവശ്യങ്ങൾക്കും നമ്മൾ ഈ ഒരു റോഡിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂലൈ മാസം 5-ാം തീയതി ഞാൻ 6ാം വാർഡിലെ മെമ്പറാണ്. ജൂലൈ മാസം 5-ാം തീയതി കുമ്പുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഗ്രൂപ്പിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇടുകയുണ്ടായി. അതിനുശേഷം ഈ പ്രദേശവാസികൾ 2 തവണ പഞ്ചായത്തിൽ വന്ന് പരാതി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഭരണസമിതി, ഞാനടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ ഇവിടെ വന്ന് നോക്കി പോയി എന്നല്ലാണ്ട് ഇന്ന് ഈ സെക്കൻഡ് വരെയും ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളുകൾക്ക് കുട്ടികൾക്ക് പോകണമെങ്കിലും മദ്രസയ്ക്ക് കുട്ടികൾക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ ഒരു വെള്ളം നീന്തിയിട്ട് വേണം പോകണമെങ്കിൽ. കുട്ടികൾ വെള്ളത്തിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒരു മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ ഒരു റോഡ്. നിങ്ങൾ പരാതി കൊടുത്തിരുന്നു പഞ്ചായത്ത് ഭരണസമിതി ഗ്രൂപ്പിലാണ് ഞാൻ ഈ ഇട്ടത്. ഇതിൽക്കും വലിയ തെളിവ് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? പഞ്ചായത്ത് ഭരണസമിതി ഗ്രൂപ്പിൽ ജൂലൈ മാസം 5-ാം തീയതി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് വലിയ തെളിവിന് എവിടെയെങ്കിലും കാണിക്കാനുണ്ടോ? അതേസമയം അഴുക്കുചാൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പറഞ്ഞു. ക്വാറി വേസ്റ്റ് ഇട്ട് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുമെന്നും തുടർന്ന് കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.